മക്കളെ. അപ്പോൾ വളരെ എളുപ്പമുള്ളൊരു സാധനമാണ് ഇത് മൂന്നാമത്തെ സാധനം. കാരണം എന്താ, ഇത് കുറേ അക്കൗണ്ടുകളൊന്നും വരയ്ക്കാനില്ല. മെമ്മോറാണ്ടം ജോയിൻറ്റ് വെഞ്ചർ എടുക്കുമ്പോൾ ഞാൻ വീണ്ടും പറയുന്നത്, കൺഫ്യൂഷൻ ആവരുത്. എന്ത് ചെയ്താൽ മതി, എക്സ്പെൻസും ഇൻകംസും എഴുതുക, ബാലൻസ് ചെയ്തിട്ട് പ്രോഫിറ്റ്. ആ പ്രോഫിറ്റ് എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് വെച്ചാൽ പ്രോഫിറ്റ് കണ്ടെത്തിയാൽ മതി. ഓക്കെ അല്ലേ? യെസ്, അങ്ങനെ കേട്ടോ. ഇതിലേക്ക് കൂട്ടി കുഴയ്ക്കുമ്പോഴാണ് പലർക്കും എന്ത് ചെയ്യുന്നത്, മെമ്മോറാണ്ടം ജോയിൻറ്റ് വെഞ്ചർ ആകെ കൺഫ്യൂഷൻ വരുന്നത്. ഒരേ ഒരു പോയിന്റ് മനസ്സിലാക്കുക, ഒരു സെപ്പറേറ്റ് സാധനം. ഓക്കെ, നമുക്കൊരു പണിയാം. കുറച്ച് എൻട്രികൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് നോക്കാം. ഞാൻ അങ്ങനെ എൻട്രി ആയിട്ട് പഠിപ്പിച്ചിട്ടില്ല, എന്നാലും ഇതിൻ്റെ ആയതുകൊണ്ടൊന്ന് വെറുതെ. അപ്പോൾ ഓൺ ട്രാൻസാക്ഷൻ മാത്രമേ റെക്കോർഡ് ചെയ്യണുള്ളൂ. ഒന്നാമത്തെ ട്രാൻസാക്ഷൻ പറയുന്നത് സപ്ലൈ ഓഫ് മെറ്റീരിയൽ സ്റ്റോക്ക് ഫ്രം ഓൺ സ്റ്റോർ ഫോർ ജോയിൻറ്റ് വെഞ്ചർ പർപ്പസ്. അപ്പോൾ എന്താ എൻട്രി? ജോയിൻറ്റ് വെഞ്ചർ വിത്ത് ഏതാണ്? കോ വെഞ്ചർ. ഉദ്ദേശിച്ച കോ വെഞ്ചറുടെ നെയിം എഴുതുക എന്നുള്ളതാണ്. പിന്നെ ഒരു രസത്തിന് വേണ്ടിയിട്ട് അവരെന്നെ പറയും ജോയിൻറ്റ് വെഞ്ചർ വിത്ത് കോ വെഞ്ചർ അക്കൗണ്ട് അപ് ടു ഏതാണ്? പർച്ചേസ്. എക്സ്പെൻസ് ആണെങ്കിൽ എന്ത് തന്നെയാണ്? ജോയിൻറ്റ് വെഞ്ചർ വിത്ത് കോ വെഞ്ചർ അക്കൗണ്ട് അപ് ടു ഏതാണ്? ബാങ്ക്. സെയിൽസ് പ്രൊസീഡ് ആകുമ്പോൾ ഉൾട്ടായി എന്താ? ബാങ്ക് അക്കൗണ്ട് അപ് ടു ജോയിൻറ്റ് വെഞ്ചർ വിത്ത് കോ വെഞ്ചർ. ഓൺ ഷെയർ ഓഫ് പ്രോഫിറ്റ് അല്ലേ? ഇത് എവിടുന്നാണ് കിട്ടുക? അവിടെ പറഞ്ഞിട്ടുണ്ട് അസറ്റ് മെമ്മോറാണ്ടം ജോയിൻറ്റ് വെഞ്ചർ ഉണ്ടാക്കിയിട്ട് വേണം വരാൻ. അപ്പോൾ ഒരു വർക്കിംഗ് നോട്ടായിട്ട് എടുത്താൽ മതി. ഏത്? മെമ്മോറാണ്ടം ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട്. ആരുണ്ടാക്കുക? ജനറൽ സാധനം. ചിലപ്പോൾ രണ്ടാളും ഉണ്ടാക്കാം, ഡിപ്പെൻസ്. ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് ടു ഏതാണ്? P&L. ലോസ് ആണെങ്കിൽ നേരെ തിരിക്കും. എന്താ? P&L അക്കൗണ്ട് അപ് ടു ഏതാണ്? ജോയിൻറ്റ് വെഞ്ചർ. ഇതിപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കാമല്ലോ. ഈ 2 P&L എന്ന് പറഞ്ഞാൽ എന്താ? പ്രോഫിറ്റ് ആയതുകൊണ്ടാണ്. ക്രെഡിറ്റ് അല്ല വരിക പ്രോഫിറ്റിന് അല്ലേ? ലോസ് ആണെങ്കിൽ ഏത് ബാലൻസാണ് വരിക? ഡെബിറ്റാണ് വരിക. പിന്നെ ലാസ്റ്റ് പേയ്മെൻറ്റ് അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ എന്താ? ജോയിൻറ്റ് വെഞ്ചർ വിത്ത് അല്ലേ? കോ വെഞ്ചർ അക്കൗണ്ട് അപ് ടു ബാങ്ക്. തിരിച്ച് ഇങ്ങോട്ട് കിട്ടുകയാണെങ്കിൽ എന്താ? ബാങ്ക് അക്കൗണ്ട് അപ് ടു ഏതാണ്? ജോയിൻറ്റ് വെഞ്ചർ വിത്ത് കോ വെഞ്ചർ. സിമ്പിൾ അല്ലേ? ഓക്കെ, യെസ്. അപ്പോൾ ഇതാ മൂന്നാമത്തെ BP3 പറയാം. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചാൽ ഡീറ്റെയിൽ ആയിട്ട്. അരുണും ബാലു അല്ലേ, കോ വെഞ്ചേഴ്സ്, എൻ്റർ ഇൻ ദി ജോയിൻറ്റ് വെഞ്ചർ ഫോർ സെയിൽസ് ഓഫ് നോട്ട്ബുക്കാണ്. അരുണ് 16,000 രൂപയുടെ നോട്ട്ബുക്ക് മേടിച്ചു 20 രൂപയ്ക്ക്. ഓക്കെ അല്ലേ? ക്ലിയർ? ദെൻ ഹീ സ്പെൻഡ്, സെൻഡ് എന്നുള്ളതല്ല കേട്ടോ, അതൊന്ന് മാറ്റണേ. സെൻഡ് സെൻഡ് തന്നെ, അത് സെൻഡ് തന്നെ. ഞാൻ സ്പെൻഡ് എന്ന് വിചാരിച്ചത് ചിലവഴിക്കുന്ന പൈസ, എക്സ്പെൻസസ് അതല്ല ഉദ്ദേശിച്ചത്. ഓക്കെ അല്ലേ? ഹീ സ്പെൻഡ്, എത്ര രൂപ സ്പെൻഡ് ചെയ്ത്? തെറ്റിപ്പോയി. സെൻഡ് ചെയ്ത് എത്രയാ? 9,000 നോട്ട്ബുക്ക്. ടു ആർക്കാണ്? ബാലുവിന്. ആൻഡ് ഇൻ കറണ്ട് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എത്രയാണ്? ഇൻക്വേർഡ് ട്രാൻസ്പോർട്ടേഷൻ, കറണ്ട് അല്ല ഇൻക്വേർഡ്. 6,000 രൂപ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് അയാൾ എന്ത് ചെയ്ത്? ഇൻക്വയർ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ചിലവ് നോക്കുമ്പോൾ പർച്ചേസ് എത്രയാണ്? 16,000 × 20 എത്ര വരും? 3,20,000 രൂപ. പിന്നെ അടുത്ത് 9,000 നോട്ട്ബുക്ക് സെൻഡ് ചെയ്തു. സെൻഡ് ചെയ്യുന്നതിന് ഇപ്പോൾ പ്രത്യേകിച്ച് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, എൻട്രി ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. 6,000 രൂപ എന്ത് വന്ന്? ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ ആ എമൗണ്ട് വേണ്ടേ? ഓക്കെ. എന്നിട്ട് അരുണില്ലേ, അരുണ് 16,000 നോട്ട്ബുക്കിൽ 5,000 അരുണല്ല കൊടുത്ത്, അല്ല 9,000 അരുണല്ല കൊടുത്ത്. ബാക്കി എത്ര നോട്ട്ബുക്ക് അരുണിൻ്റെ കയ്യിലുണ്ട്? എടാ, അരുണ് 19,000 നോട്ട്ബുക്ക് ആർക്ക് സെൻഡ് ചെയ്തു? ബാലുവിന് സെൻഡ് ചെയ്തു. ഞാൻ പറഞ്ഞ തെറ്റിപ്പോയിട്ടുണ്ട്, സോറി. ബാലുവിന് സെൻഡ് ചെയ്ത് എത്രയാ? അരുൺ എത്ര നോട്ട്ബുക്ക് മേടിച്ചു? 16,000. അതിൽ 9,000 ആർക്ക്? ബാലുവിന് സെൻഡ് ചെയ്താൽ ബാക്കി എത്ര ഉണ്ട് മക്കളെ? 7,000. ഈ 7,000 നിന്ന് 5,000 നോട്ട്ബുക്ക് അരുൺ എത്ര രൂപയ്ക്ക് വിറ്റ്? 36. ബാക്കി എത്ര ഉണ്ട് നോട്ട്ബുക്ക്? 2,000. അത് 1,500 നോട്ട്ബുക്ക് എത്ര രൂപയ്ക്ക് വിറ്റ്? ബാക്കി എത്ര ഉണ്ട്? 400. 500. ആ 500 എത്ര നോട്ട്ബുക്ക് വിറ്റു? 400. ബാക്കി ഇനി എത്ര ഉണ്ട്? The balanced notebook could not be sold since they were damaged condition. എന്തെങ്കിലും ചെയ്യണോ? ഒന്നും ചെയ്യണ്ട. ഓക്കെ അല്ലേ? അതിൻ്റെ കോസ്റ്റ് ഓൾറെഡി എവിടെ എഴുതിയിട്ടുണ്ടാവും? ഡെബിറ്റ് ചെയ്തിട്ടുണ്ടാവും. എത്ര? 16,000 × 20, 3,20,000. ഓക്കെ അല്ലേ? അപ്പോൾ ചെയ്യണ്ട.
ഇത്രയേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഇനി ബാലുവിന് എത്ര നോട്ട്ബുക്ക് കിട്ടി? 9,000 കിട്ടി. അതിൽ എത്ര നോട്ട്ബുക്കുകൾ വിറ്റു? 8,000 നോട്ട്ബുക്ക്. എത്ര രൂപയ്ക്ക് വിറ്റു? 36,000. ഓഫ് ദ ബാലൻസ് നോട്ട്ബുക്ക് ഇല്ലേ 200 വേർ ഇൻ ഡാമേജ്ഡ് കണ്ടീഷൻ. ഓക്കെ അല്ലേ? ഈ ബാലൻസ് പറയുമ്പോൾ ശരിക്കും 8,000 വിറ്റാൽ ബാക്കി എത്ര വേണ്ടി വരും? 1,000. ഓക്കെ. അതിൽ 200 പേർ ഡാമേജ് ചെയ്തിട്ടുണ്ട്, കണ്ടീഷൻ നോൺ സെയിലബിൾ ആണ്. ബാലു ടുക്ക് ഓവർ ദ റിമൈൻ നോട്ട്ബുക്ക് ആറ്റ് 22 രൂപ. അപ്പോൾ റിമൈൻ ചെയ്യുന്ന എത്ര ഉണ്ടാവും? 800 ഉണ്ടാവും. ബ്രില്യൻ ഇൻ ദി ക്ലാസ്. ഷോപ്പിൻ്റെ എക്സ്പെൻസ് പറയുന്നുണ്ട്. അരുൺ എത്ര രൂപയാണ്? 64,000. ബാലു 88,000 ആണ്. അപ്പോൾ എക്സ്പെൻസ് എടുക്കുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, നമുക്ക് കുറേ എക്സ്പെൻസ് ഇങ്ങനെ വേറെ വേറെ എഴുതണ്ടല്ലോ, എല്ലാ എക്സ്പെൻസും കൂടെ ഒരുമിച്ചെങ്കിൽ ചാർട്ട് ചെയ്യാൽ പോരെ? ഓക്കെ. അപ്പോൾ എല്ലാ എക്സ്പെൻസും കൂടെ എത്ര എമൗണ്ട് വരാം? 64, 3,20,000 രൂപ, പിന്നെ എത്ര? 6,000, പിന്നെ എത്ര? 64,000 ടോട്ടൽ വരും അല്ലേ? എത്ര വരും ടോട്ടൽ? എന്തെങ്കിലും കളിക്കണം. 4,00,000 എത്രയ്ക്കാണ്? ആ 16,000 ഇൻറ്റു 20 എത്ര? 3,20,000 പ്ലസ് 6,000 ഏത്? ട്രാൻസ്പോർട്ടേഷൻ പ്ലസ് ഓൺ ഷോപ്പ് എക്സ്പെൻസ് ഒരാളുടെ അടുക്ക് അരുണ്ടെ 64,000. ഇത്ര ആഡ് ചെയ്ത് എത്ര വരാം? മറ്റാളും കൂടെ ആഡ് ചെയ്യുന്നുണ്ടോ? അത് ആഡല്ലേ എൻ്റെ തൊട്ട്. ഓക്കെ അല്ലേ? പിന്നെ ഇനി അടുത്തേതാ? ഔട്ട് ഓഫ് സെയിൽസ് ബൈ ബാലു. ബാലു സെയിൽ ചെയ്തതിൽ എ കസ്റ്റമർ 500 നോട്ട്ബുക്ക് പെയ്ഡ് ഓൺലി 60% ഓഫ് ദ എമൗണ്ട്. ഫർദർ എൻക്വയറി റിവീൽ ദാറ്റ് നത്തിങ് വാസ് റിയലൈസബിൾ. വിച്ച് മീൻസ് ഏതുണ്ടാവും? ബാഡ് ഡെപ്റ്റ് ഉണ്ടാവും. ഓക്കെ അല്ലേ? ക്ലിയർ? ഓക്കെ. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യണം, ബാഡ് ഡെപ്റ്റിൻ്റെ. ദെൻ അടുത്തേതാ? പിന്നെ ഒന്നുമില്ല, പ്രിപ്പയർ ഏതാണ്? മെമ്മോറാണ്ടം ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് ഇൻ ദ എബോ കേസ്. മെമ്മോറാണ്ടം ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് ഉണ്ടാക്കാനാണ് പറഞ്ഞു. ആരുടെ ബുക്കിലൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ആദ്യം അത് തന്നെയാണ് ഉണ്ടാക്കുക. രണ്ടാമത് ഏതാണ്? ജോയിൻറ്റ് വെഞ്ചർ വിത്ത് അരുൺ അക്കൗണ്ട് ഇൻ ബാലുസ് ബുക്സ്. അതിൻ്റെ മുന്നേ ജോയിൻറ്റ് വെഞ്ചർ വിത്ത് ബാലു ഇൻ അരുൺ ബുക്ക്. ഒന്നുമില്ല, അരുണിൽ ആരുണ്ടാക്കിയാൽ മതി? ബാലുവിൻ്റെ അക്കൗണ്ട് ഉണ്ടാക്കുക. പിന്നെ ബാലുവിൽ ആരുണ്ടാക്കുക? അരുണിൻ്റെ അക്കൗണ്ട് ഉണ്ടാക്കുക. അങ്ങനെ ജേണലൊന്നും പറഞ്ഞില്ല, പക്ഷെ നമ്മൾ ജേണൽ എഴുതാതെ മുന്നോട്ട് പോയാൽ എന്ത് ചെയ്യില്ല, അതത്ര രസകരമാവില്ല. പറഞ്ഞില്ല? കൺഗ്രാജുലേഷൻസ്. ഞാൻ ശ്രദ്ധിച്ചില്ല. ഓക്കെ അല്ലേ? ഞാൻ ശ്രദ്ധിച്ചതല്ലേ, എനിക്ക് അറിയാമായിരുന്നു. ഞാൻ പിന്നെ നിങ്ങൾ എത്ര ശ്രദ്ധിക്കുന്നുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടൊരു ടെസ്റ്റ് ചെയ്തതാണ്. DP ഏതാ? 3. നിങ്ങളിപ്പോൾ ചെയ്യണ്ട, ഫുൾ ശ്രദ്ധിച്ചിരുന്നിട്ട് അല്ലക്കി പൊളിക്കാം. പെട്ടെന്ന് എക്സ്പെൻസുകളും ഇൻകംസും എനിക്ക് പറഞ്ഞു തരണം. കാരണം എനിക്ക് എന്ത് ചെയ്യണം? തിരക്ക് പിടിച്ച് ഒരു സാധനം ഉണ്ടാക്കണം. ഏതാ? മെമ്മോറാണ്ടം ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട്. പറയൂ അതിലുള്ള എക്സ്പെൻസുകൾ. 2 പേർച്ചേസ് ഉണ്ട്. എത്രയാ? 16,000 ഇൻറ്റു 20. എത്രയാണ് നിങ്ങൾ പറഞ്ഞു? 3,20,000. അടുത്തേതാ? ട്രാൻസ്പോർട്ടേഷൻ. ഓക്കെ അല്ലേ? യെസ്. എത്ര എമൗണ്ട് വരുന്നത്? 6,000. ഇതിനടുത്ത് ഷോപ്പ് റെൻറ്റ് അല്ലേ? ക്ലിയർ. ഷോപ്പ് റെൻറ്റ് ഇപ്പം നമുക്ക് എല്ലാം എടുക്കാം. 64,000 പിന്നെ എത്ര? 88,000. ടോട്ടൽ എത്ര വരും? 1,52,000. വേഗം നോക്കടേ. ഓക്കെ അല്ലേ? അടുത്ത് ഒരു എക്സ്പെൻസ് കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. ഏതാ? ബാഡ് ഡെപ്റ്റ്. എങ്ങനെ ബാഡ് ഡെപ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം? 500 നോട്ട്ബുക്ക് വിറ്റില്ലേ? എത്ര രൂപയ്ക്ക് അത് വിറ്റത്? 36 രൂപയ്ക്ക് വിറ്റാന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടല്ലേ? അതിൻ്റെ എത്ര കിട്ടാതിരുന്നത്? അടി കിട്ടും. സിക്സ്റ്റി 60% പേയ്മെൻറ്റ് നടത്തിയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടാതിരുന്നത്? 40%. എത്ര വരും? സ്പീഡ് ചെയ്യടേ.
ഓക്കെ, ദാറ്റ്സ് ഓൾ. ഇനി ഇങ്കല്ലേ, കുറേ ടൈപ്പ് സെയിൽസ് ഉണ്ടല്ലേ. അങ്ങനെ വായിച്ചേ, വേഗം വായിക്കും, വേഗം വായിക്കും. ആരൊക്കെ വിറ്റ്? ആദ്യം അരുണ് വിറ്റ് പറയാം. 5000 നോട്ട്ബുക്ക് എത്ര രൂപയ്ക്ക് വിറ്റ്? 36 വിറ്റ്. പിന്നെ അത് എത്ര വരും? ഇപ്പം തന്നെ കാൽക്കുലേറ്റ് ചെയ്തോ. 1,80,000. പിന്നെ 1500 നോട്ട്ബുക്ക് എത്ര രൂപയ്ക്ക് വിറ്റ്? 40 രൂപയ്ക്ക് വിറ്റ്. എത്ര വരും? 60,000. പിന്നെ 400 നോട്ട്ബുക്ക് എത്ര രൂപയ്ക്ക് വിറ്റ്? 42 രൂപയ്ക്ക് വിറ്റ്. അപ്പോൾ എത്ര വരും? 16,800. ഒക്കെ കൂടെ ടോട്ടൽ ചെയ്തിട്ട് ഔട്ടർ കോളത്തിൽ എഴുതാം. പറയും. $2,56,800. യെസ്. ഞാനാ ആര് സെയിൽ ചെയ്ത് പറയാം? അരുൺ കഴിഞ്ഞ് ബാലു എത്ര സെയിൽ ചെയ്ത്? 8,000 അല്ലേ? 36. ബാലുവിന് എത്ര കിട്ടിയിട്ടുണ്ടായിരുന്നു? 9,000. അതിൽ 8,000 പുറത്തേക്ക് 36 കിട്ടി. എത്ര രൂപ വരും? ഇനി ബൈ ആരിത്? സെയിൽസിൽ ഇത്ര ഉള്ളൂ. ഇനി ടേക്കൺ ബൈ എന്താണ്? ടേക്കൺ ബൈ ആര് ടേക്കണാണ്? ബാലുവിന് മൊത്തം 1000 എണ്ണല്ലേ ബാലൻസ് വരേണ്ടത് അല്ലേ? അതിൽ 200 എന്ത് ചെയ്ത്? ഡാമേജ് ആയി. അപ്പോൾ 800 അയാൾ എടുത്തുണ്ടാവും അല്ലേ? സംശയിച്ചല്ലോ. ഇൻറ്റു എത്ര റുപ്യൊക്കെ അയാൾ എടുത്ത്? 22. എത്ര വരും? 17,600 അയാൾ പരിപാടി സാധനം എടുത്തു. സംശയം നമ്മളെ എത്ര വരും? ഇത് ബാലൻസ് ചെയ്താൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ? വേഗം നോക്ക്. പ്രോഫിറ്റ് തന്നെ. ക്രെഡിറ്റ് ബാലൻസ് ചെയ്യപ്പെട്ടത് ടോട്ടലി 5,62,400 വരുന്നുണ്ട്. ഓക്കെ, വേഗം ലെസ് ചെയ്തിട്ട് എത്ര വരും പറയും പ്രോഫിറ്റ്? 77,200. ഇവരുടെ പ്രോഫിറ്റ് ഷെയറിങ് റേഷ്യോനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എവിടെയെങ്കിലും? ആർ യു ഷുവർ? അപ്പോൾ ഈക്വൽ ആകുക. ഡിവൈഡഡ് ബൈ 2 അടിക്കുക. എത്ര വരും? ആർക്കൊക്കെ? അരുണ്, ബാലുവിന്. അരുണ് 38,600. മറ്റാൾക്ക് എത്രയും? 38,600. കൺഗ്രാജുലേഷൻസ്. ഇനി ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞുള്ളത്? ആദ്യം ഇൻ ദി ബുക്സ് ഓഫ് പോരെ, ലെഫ്റ്റ് റൈറ്റ് ആയിട്ട് പോയാൽ പോരെ? ഓക്കെ, അപ്പോൾ ശരിയാക്കി തരാം. ഇൻ ദി ബുക്സ് ഓഫ് അപ്പുറത്ത് ഇൻ ദി ബുക്സ് ഓഫ് പറയൂ ബല്ലു. ഓക്കെ അല്ലേ? യെസ്. നമുക്ക് അരുണ് മാത്രം ഫോക്കസ് ചെയ്യാം അല്ലേ? അരുണിൻ്റെ ചിലവുകൾ. അരുൺ 3,20,000 രൂപയുടെ സാധനം പർച്ചേസ് ചെയ്ത്. ഇതിൽ നോക്കിയാൽ മതി. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ അരുണല്ലേ? ഷോപ്പ് റെൻ്റ് അരുണിൻ്റെ ഷോപ്പ് റെൻ്റ് ഓൺ ട്രാൻസാക്ഷൻ മാത്രം റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ 64,000. അങ്ങനെ ടോട്ടൽ ചെയ്തിട്ട് നിങ്ങൾ 3,90,000 എന്തോ പറഞ്ഞില്ലേ? ഇല്ലേ? അതിൻ്റെ എൻട്രി എഴുതാം അല്ലേ? ഇതൊക്കെ ആർക്ക് വേണ്ടി ചെലവഴിച്ച പോലെയാ? ബിഹാഫ് ഓഫ് ബാലു. ഇത് ആര് തരണം എന്ന് പറയും? ബാലുവിനോട് പറയും. അതിൽ വല്ല ഇല്ലോജിക്കൽ കാര്യങ്ങളുണ്ടോ? ഇല്ല. അപ്പോൾ ബാലുവിനെ വിളിച്ച് പറയണം, ബാലു ഞാൻ ഇത്ര എമൗണ്ട് ചിലവഴിച്ചിട്ടുണ്ട്, ഇത് നീ തരണം. അങ്ങനെ പറയാം. ക്ലിയർ? ഇതേപോലെ തന്നെ ബാലു എമൗണ്ട് ചിലവഴിച്ചാൽ ഫുൾ എമൗണ്ട് ആര് തരണം എന്ന് പറയും? അരുൺ. അപ്പോൾ പ്രശ്നമില്ലല്ലോ. അപ്പോൾ സെയിം പിച്ചല്ലേ അല്ലേ? ഓക്കെ. അപ്പോൾ ബാലു പൈസ തരണം. ഒന്നാമത്തെ ബാലു ആരായി? ഡെപ്റ്ററായി. അപ്പോൾ ബാലു അക്കൗണ്ട് ഡെപ്റ്റർ ടു ഏതാണ്? ബാങ്ക്. ടോട്ടൽ എമൗണ്ട് എത്രയൊക്കെയാണ്? 3,20,000 പ്ലസ് 6,000 പ്ലസ് 64,000. എത്ര വരും ടോട്ടൽ? 3,90,000. ഓക്കെ അല്ലേ? നമുക്കൊരു പണിയാ, അക്കൗണ്ട് കൂടെ വരയ്ക്കാം അല്ലേ? ആരുടെ അക്കൗണ്ടാ? ബാലുവിൻ്റെ അക്കൗണ്ട്. അതിലെന്തെഴുതണം? ടു ബാങ്ക്. എത്ര എമൗണ്ട്? 3,90,000. നെക്സ്റ്റ് നമ്പർ 2 അവരുടെ മാത്രം ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഞാൻ കണ്ടാടാ. ഏതാടാ? ഒരു വട്ടം എന്താക്കിയില്ലേ? ഇനി വേറെ എക്സ്പെൻസുകളൊന്നും ഇല്ലല്ലോ. സാധാരണ പർച്ചേസ് ഉണ്ടാവും. ഗുഡ്സ്
ബാലു അക്കൗണ്ട് ടു പർച്ചേസിന് മുന്നേ നമ്മൾ എഴുതിയിരുന്നു അല്ലേ? അതെന്താ ഗുഡ്സ് എവിടെ നിന്ന് എടുത്താ? ഇതല്ല, ഇയാൾ പൈസ കൊടുത്ത് മേടിച്ചാ, ഗുഡ്സിൽ നിന്ന് എടുത്തിട്ടില്ല ഇവിടെ. മനസ്സിലായാ? ക്യാഷ് കൊടുത്ത് പർച്ചേസ് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊടുക്കണം. ഇനി സെയിൽ ചെയ്തോട്ടെ. സെയിൽ ചെയ്യുമ്പോൾ പൈസ വരും അല്ലേ? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ആരാണ്? ബാലുവിൻ്റെ അടുത്ത്. അപ്പോൾ പ്രശ്നം തീർന്നില്ലേ അല്ലേ? യെസ്. ഈ ഫുൾ എമൗണ്ട് ആരെടുത്തുണ്ട്? അരുണിൻ്റെ അടുത്തുണ്ട്. ആർക്ക് കൊടുക്കണം? ബാലുവിന് കൊടുക്കണം. എത്ര എമൗണ്ട് വരുന്നത്? ആ സെയിൽ ചെയ്തതിൻ്റെ എമൗണ്ട് നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടെത്തിണ്ടാ. 2,56,800 അല്ലേ അരുണ് സെയിൽ ചെയ്തില്ലേ? കണ്ടെത്തിയ പോലെ അല്ല, എഴുതിയ പോലെ 2,56,800. അപ്പോൾ ആദ്യം ഏത് പ്രിപ്പയർ ചെയ്ത് നന്നായി? ജോയിൻറ്റ് വെഞ്ചർ, മെമ്മോറാണ്ടം ജോയിൻറ്റ് വെഞ്ചർ പ്രിപ്പയർ ചെയ്തുകൊണ്ട് ഗുണമായി. ഓക്കെ, അടുത്തേതാ? ഈ മെമ്മോറാണ്ടം ജോയിൻറ്റ് വെഞ്ചർ എന്നുള്ള പ്രോഫിറ്റ് 38,600 റെക്കോർഡ് ചെയ്യണ്ടേ? അരുണിൻ്റെ അല്ലേ റെക്കോർഡ് ചെയ്യുള്ളൂ. ഓക്കെ, മൂന്നാമത്തെ ആരെ പിടിച്ച് ഡെബിറ്റ് ചെയ്യും? ബാലുവിനെ. എൻട്രി എന്താ? ബാലു അക്കൗണ്ട് ഡെപ്റ്റർ ടു P&L. എമൗണ്ട് എത്രയാണ്? 38,600 അല്ലേ മക്കളെ? ബാലുവിൻ്റെ അക്കൗണ്ടിൽ ബൈ ബാങ്ക് എഴുതാൻ വിട്ടുപോയിട്ടുണ്ട് 2,86,800. പിന്നെ ബാലുവിൻ്റെ ടു P&L വീണ്ടും വന്നിട്ടുണ്ട് 38,600. വേഗം ബാലൻസ് ചെയ്തോണ്ടാ, കൂടുതലുണ്ടാവുക ഡെബിറ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ ബാലു എന്ത് ചെയ്യണം? ഇങ്ങോട്ട് തരണം. അസറ്റാണ്, വേഗം ബാലൻസ് ചെയ്യും. ഡെബിറ്റിൽ എത്ര വരും ടോട്ടൽ? 4,28,600 വരുന്നുണ്ടാ. അതിന് 2,56,000 സംതിങ്. അപ്പോൾ ബൈ എന്തെഴുതണം? ബാങ്ക് പൈസ തരണം അല്ലേ? 1,71,800. എൻട്രി എന്താ വരിക? നാലാമത്തെ എൻട്രി എന്താ? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാലു. എത്ര എമൗണ്ട്? 1,71,800. സിമ്പിൾ. അപ്പുറത്ത് പെട്ടെന്ന് ചെയ്യാം നമുക്ക് അല്ലേ? ഇൻ ദി ബുക്സ് ഓഫ് ആരെ? എന്താണ് പേര്? ബാലു. ഓരോന്നെടുത്ത് എഴുത്. പർച്ചേസ് ചെയ്ത ചിലവുകളോ എന്തെങ്കിലും ഉണ്ട് അയാളെ ഒരേ ഒരു ചിലവുള്ളൂ കാര്യമായിട്ട്. ഏതാ? ഷോപ്പ് റെൻറ്റ്. അപ്പോൾ ഒന്നാമത്തെ അതെഴുതാം അല്ലേ? ഷോപ്പ് റെൻറ്റ് കൊടുത്തതിൻ്റെ എൻട്രി എന്താ? ഷോപ്പ് റെൻറ്റ് അയാളുടെ കയ്യിൽ നിന്ന് പോയി അല്ലേ? എന്നിട്ട് അയാൾ ആരെ വിളിച്ചു പറയും? അരുണെ വിളിച്ചു പറയും എനിക്ക് ആ പൈസ തരണം. അപ്പോൾ ആളുടെ ആരാവും? ഡെപ്റ്ററാവും. അപ്പോൾ എൻട്രി എന്താ വരിക? അരുൺ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്. എത്രയാണ് എമൗണ്ട്? 88,000. ഓക്കെ അല്ലേ? ഇനി ഇയാൾ എന്ത് ചെയ്യാണ്? വിറ്റുണ്ട് അല്ലേ? എത്ര? 2,88,000. രണ്ടാമത്തെ എൻട്രി. അപ്പോൾ അതിലൊരു ടിസ്റ്റ് ഉണ്ട്. ബാങ്കിലേക്ക് എമൗണ്ട് വരും അല്ലേ? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഏതാണ്? അരുൺ എന്നല്ലേ എഴുതണ്ടേ? അല്ല മക്കളെ, പക്ഷെ ഒരു രസമുണ്ട്. അരുണോട് പറയും, ബാലു വിളിച്ച് പറയാം. അതേ മൊത്തം എത്ര ഉണ്ടായിരുന്നത്? ആ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച് എത്ര? 2,88,000 അല്ലേ? അതിലേ എത്ര രൂപ കിട്ടിയിട്ടില്ല? 7,200 എന്താണ്? ബാഡറ്റാ. ഓക്കെ അല്ലേ? അത് ഞാൻ വഹിക്കൂല. അത് ആര് വഹിക്കണം? കമ്പനി മൊത്തം വഹിക്കണം. അത് അതിൻ്റെ ഉത്തരവാദിത്തം ആർക്കുണ്ട്? നിനക്കുണ്ട്. അപ്പോൾ ലെസ് ചെയ്തിട്ട് എത്ര എമൗണ്ട് വരും പറയും? 2,88,000. 2,80,800. നിങ്ങൾക്ക് ലോജിക്ക് കിട്ടിയില്ലേ? ലോജിക്ക് കിട്ടിയില്ലേ? കാരണം ഈ എമൗണ്ടിനും അയാളുടെ പൈസ കിട്ടിയിട്ടില്ലല്ലോ. ഇവിടെ പൈസ ബൈ ക്യാഷ് എന്ന് പറഞ്ഞ് 2,88,000 എഴുതാൻ പറ്റില്ല. 7,200 ബാഡപ്റ്റാണ്. കുറച്ചാൾ എന്ത് ചെയ്തിട്ടില്ല? ചെറിയ എമൗണ്ട് കൊടുത്തിട്ടില്ല. അത്രയേ ഉള്ളൂ. അടുത്തേതാ? ഇനി ഇയാളുമായി ബന്ധപ്പെട്ട മറ്റാൾ ഇല്ലാത്തൊരു ട്രാൻസാക്ഷൻ ഇവിടെ ഉണ്ട്. എന്താ? അസറ്റ് എടുത്തിട്ടുണ്ട്. അസറ്റ് പറയുമ്പോൾ നോട്ട്ബുക്ക് ഇയാൾ എടുത്തിട്ടില്ലേ? ഓക്കെ. ആ നോട്ട്ബുക്ക് അയാൾ എടുത്തു പറയുമ്പോൾ, അപ്പോൾ നോട്ട്ബുക്ക് അയാൾ എടുക്കുകയാണെങ്കിൽ അയാൾ നോട്ട്ബുക്കിൻ്റെ വ്യാപാരമാവില്ലേ? അപ്പോൾ അയാൾ എന്ത് കൂടും? പർച്ചേസ് എന്ത് ചെയ്യും? കൂടും. ഓക്കെ, ഡെപ്റ്റർ ടു ഇതാർക്ക്? ആരുമായി ബന്ധപ്പെട്ട? ടു അരുൺ. എത്രയെന്നാ നോട്ട്ബുക്ക് അയാൾ എടുത്ത്? 17,600. സംശയമുണ്ടോ മക്കളെ? ഡു യു ഹാവ് എനി ഡൗട്ട് റിലേറ്റഡ് വിത്ത് ദിസ് പെർട്ടിക്കുലർ ട്രാൻസാക്ഷൻ? പർച്ചേസ് കൂടി. ഓക്കെ അല്ലേ? അയാൾ പറഞ്ഞു ഞാൻ കുറച്ച് ഗുഡ്സ് നോട്ട്ബുക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അയാളോട് പറയും ആ പൈസ എനിക്ക് എന്ത് ചെയ്യാം?
തരാം. ലയബിലിറ്റി ഇൻക്രീസ് ചെയ്തു. ഇനി അടുത്ത ഏതാ? 3, 4 ഇനി അതിനുള്ളൂ. ഏതാ? പ്രോഫിറ്റ്. ഇയാളുടെ പ്രോഫിറ്റ് എന്ത് ചെയ്യണം? ഇതാക്കണം. അപ്പോൾ ഇയാളുടെ പ്രോഫിറ്റ് ഇതാക്കുമ്പോൾ അരുൺ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഏതാണ്? P&L അക്കൗണ്ട്. എത്ര എമൗണ്ട്? 38,600. ഇനി അഞ്ചാമത്തെ എൻട്രി വളരെ സിമ്പിളാണ്. ഇവിടെ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു വാല്യൂ ആണെങ്കിൽ ഇവിടെ എന്താ? അരുൺ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഏതായിരിക്കും? ബാങ്ക്. എത്ര എമൗണ്ട് എന്നുള്ളത് ഓൾറെഡി നമുക്കറിയാം. എത്ര? 1,71,800. പക്ഷെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വരണമെങ്കിൽ എന്ത് ചെയ്യണം? അയാളുടെ അക്കൗണ്ട് കൂടെ പ്രിപ്പയർ ചെയ്ത് നോക്കാം. ആർ യു റെഡി? ഓക്കെ. അരുണിൻ്റെ അക്കൗണ്ട് അല്ലേ? ആദ്യം എന്തെഴുതണം? ടു ബാങ്ക്. കാൽക്കുലേറ്ററൊക്കെ എടുത്ത് സെറ്റായിരുന്നു. 88,000. പിന്നെ ബൈ ഏതാണ്? ബാങ്ക്. 2,80,800. പിന്നെ അടുത്ത പർച്ചേസ് ടു അരുൺ. അപ്പോൾ ബൈ ഏതാണ്? പർച്ചേസ്. എത്ര എമൗണ്ട്? 17,600. പിന്നെ അരുൺ അക്കൗണ്ട് അപ് ടു P&L എത്രയാണ്? 38,600. ഇനി ലാസ്റ്റ് അരുൺ അക്കൗണ്ട് അപ് ടു അഞ്ഞൊന്നുമില്ല. ഇത് ബാലൻസ് ചെയ്ത് എത്ര വരും മെമ്പർ? ടോട്ടൽ എത്ര വരും? 2,00,000. ഓക്കെ, ലെസ് ചെയ്തിട്ട് വരില്ല. 1,71,800 വന്നാൽ ടു ഏതായി? ബാങ്കായി. ഇതിൻ്റെ എൻട്രിയാണ് അരുൺ അക്കൗണ്ട് അപ് ടു ബാങ്ക്. ഓൾറെഡി എൻട്രി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? എഴുതിയിട്ടുണ്ട്. Okay, that's all about this particular intro.